Hi, welcome to J Talks. അപ്പോൾ ഇന്നത്തെ ബൈബിൾ വേഴ്സസ് 1 Chronicles 17:23 ഒന്ന് ദിനവൃത്താന്തം 17:23. And now, Lord, let the promise you have made concerning your servant and his house be established forever, do as you promised. ആകയാൽ യഹോവേ, ഇപ്പോൾ നീ അടിയന്റെ ഗ്രഹത്തെക്കുറിച്ച് അരുളി ചെയ്തത് വചനം എന്നേക്കും സ്ഥിരമായിരിക്കട്ടെ, അരുളി ചെയ്ത പോലെ തന്നെ ചെയ്യണമേ. അപ്പോൾ ഈ ഒരു ബൈബിൾ വേഴ്സസ് എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ദാവീദ് രാജാവിനെയാണ് ഇസ്രായേൽ മക്കളിനെ പ്രോമിസിംഗ് ലാൻഡിലേക്ക് കൊണ്ടുപോകാനുള്ള ഓരോ കാര്യങ്ങൾ ദൈവം കാണിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മെൻ്റലായിട്ട് നിൽക്കുന്ന ഇതിന് മുന്നേ നമ്മളൊരു വചനം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഏതെന്ന് പറഞ്ഞ് സ്പിരിച്വലി ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ ദാവീദ് രാജാവിനെ ഇങ്ങനെ ഗൈഡ് ചെയ്യാണ്, ഇസ്രായേൽ മക്കളിനെ ഇങ്ങനെ കൊണ്ടുപോകണം. ഇവിടെ ഒരു സമയത്തൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴും ദാവീദ് തളരാതെ പിടിച്ച് നിന്ന് ആൾക്കാരെ അത്രയും ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ബൈബിൾ വേഴ്സസിൽ ശരിക്കും പറഞ്ഞാൽ ദാവീദ് ദൈവത്തോട് നന്ദി പറയുകയാണ്. ദാവീദ് ഒത്തിരി ദൈവത്തെ പ്രൈസ് ചെയ്യാണ്. കാരണം നമുക്കറിയാം ഇസ്രായേൽ മക്കളെ ആരും ഒരു 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 എന്താ പറയുക, കുറേ ഹറാസിംഗ് ഒക്കെ മറ്റ് എനിമീസിൽ നിന്നും ഈജിപ്തിലെ ആൾക്കാരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ദൈവത്തോട് അടുത്ത് നിന്ന ആൾക്കാർക്ക് കുറച്ച് സഫറിങ്സ് വന്നപ്പോൾ ദൈവം അവരെ ആ നാട്ടിൽ നിന്ന് നല്ലൊരു സേഫ് ലാൻഡിലേക്ക് എത്തിക്കുന്ന ഒരു ജേർണി ഇതിൽ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ദൈവം തിരഞ്ഞെടുത്തത് ദാവീദിനെ, എത്ര സാധാരണ ഇതിൽ നിന്ന് വന്ന ഒരാൾ ദാവീദ്. ഇറ്റ്സ് ലൈക്ക് എ ഹംബിൾ ബിഗിനിങ്സിൽ നിന്ന് വന്ന ആ ഒരു സ്റ്റോറി, ആ ഒരു ജേർണി നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ്. ദാവീദ് രാജാവിൻ്റെ അതിൽ കാണുമ്പോൾ അല്ലേ, ദാവീദ് അതുപോലെ ദൈവത്തോടും അത്രയും ഇഷ്ടത്തോടെ നിൽക്കുന്നുണ്ട് എന്ന് നമ്മളതിൽ മനസ്സിലാക്കണം. ദൈവം തിരഞ്ഞെടുത്തത് ഒരു യുണീക്ക് പേഴ്സണാലിറ്റി ദൈവം എത്തിച്ച് ലാസ്റ്റ് ഫൈനലി ഹീ ഈസ് ഗോയിങ് ടു ബി ദ കിങ് ഓഫ് ഇസ്രായേൽ, സെക്കൻഡ് കിങ് ആയിരുന്നു. അപ്പം ഇതിൽ നമുക്കറിയാം ദാവീദ് അത്രമാത്രം താങ്ക് യു പറയുന്നുണ്ട്, ദൈവമേ ഇങ്ങനെ ഒരു കൺസിഡർ ചെയ്തതിന് ഭയങ്കര താങ്ക് യു. അതുപോലെ എന്നെ നയിക്കുന്നത് നോട്ട് മൈ ഓൺ വിൽ പവർ, അല്ലെങ്കിൽ എൻ്റെ ഒരു റൊണോസിറ്റി അല്ലെങ്കിൽ ആ ഒരു കേപ്പബിലിറ്റി വെച്ചിട്ടല്ല, എല്ലാം നീയാ തരുന്നത്, എല്ലാം ദൈവ തരുന്നതെന്ന് ദാവീദ് പറയുന്നുണ്ട്. ലെറ്റ് ഓൾ ഓഫ് us ബി ലൈക്ക് ദാറ്റ്. നമ്മളുടെ എന്താ പറയുക, നമ്മുടെ കഴിവോ നമ്മുടെ ഇൻ്റലിജൻസോ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്ട്രെങ്തോ ഒന്നും അല്ല. ഇറ്റ് ഇസ് എവറിത്തിങ് ഗോഡ് ഗിവിങ് അല്ലേ, എല്ലാം ദൈവം തന്നെ. അപ്പോൾ ജസ്റ്റ് കീപ് ഇൻ മൈൻഡ് ദൈവത്തെ ഫസ്റ്റ്. ഞാൻ എപ്പോഴും എവറി ടൈം ഐ യൂസ് ടു ടേക്ക് എന്താ പറയുക, ഗോഡ് ഇസ് ഓൾവേസ് ഗ്രേറ്റ് ആൻഡ് അലൈവ്. നമുക്ക് വേറെ ആരും വേണ്ട, നമുക്കെല്ലാം തന്നെ ദൈവമാണ്. നമ്മൾ ദൈവത്തെ ഫസ്റ്റ് പ്രയോറിറ്റി വെക്കുക. ജീസസ് ഓൾവേസ് ലവിങ് അസ്. അപ്പോൾ ദൈവത്തെ എപ്പോഴും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി വെച്ച് നമ്മളെപ്പോഴും നടക്കണം. ബാക്കി എല്ലാം ദൈവം നമുക്ക് തരും. കീപ് പ്രൈസിങ് ഗോഡ്, കീപ് വർഷിപ്പിംഗ് ഗോഡ് ലൈക്ക് ഡേവിഡ് ചെയ്തതുപോലെ ചെയ്യണം നമ്മൾ. അപ്പോൾ ഈ ബൈബിൾ വേഴ്സസ് whenever you get free time, go through it and praise like David is doing here. ദാവീദ് പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടപ്രകാരം നീ പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ, അത് മാത്രം മതി. ഫോർ us also let it be happen. let it happen like that. നമുക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവം പറഞ്ഞതുപോലെ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ നെക്സ്റ്റ് ഇസ് അപ്പാമാജിക്ക് ഇതിലേക്ക് പോകുമ്പോൾ, വിച്ച് ഈസ് ദ ലൗഡസ്റ്റ് ആനിമൽ ഓൺ earth? ഏറ്റവും കൂടുതൽ ശബ്ദത്തിൻ്റെ ഇതിൽ ഏറ്റവും ലൗഡസ്റ്റ് ആയിട്ടുള്ള ആനിമൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. It is the sperm whale. Sperm whale ആണ്. Praising God, keep worshipping and stay blessed. Thank you.